എല്ലാവർക്കും ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെലീനിയത്തിലെ ക്ലിക്ക് എന്ന മെത്തേഡാണ്. ക്ലിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ബട്ടൺസേലും റേഡിയോ ബട്ടൺസേലും ചെക്ക് ബോക്സേലും ഡ്രോപ്പ് ഡൗൺസേലും എല്ലാം ക്ലിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് ഈ ഡെമോയിൽ കൂടെ നോക്കാൻ പോകുന്നു സ്വാഗ് ലാബ്സ് എന്ന വെബ്സൈറ്റിലെ ലോഗിൻ എന്ന ബട്ടണെ ക്ലിക്ക് ചെയ്യാനായിരിക്കും പോകുന്നത്. മാനുവലി ഈ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. ഇതേ അലേർട്ട് മെസ്സേജ് തന്നെ ഓട്ടോമേഷൻ കോഡ് എഴുതി സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് വിഷ്വലി നോക്കാം. ഞാൻ എക്ലിപ്സ് IDE സെലക്ട് ചെയ്യുവാണ്. ഓൾറെഡി ഞാൻ ഈ com.test എന്നുള്ള പാക്കേജിനകത്ത് സെലീനിയം ക്ലിക്ക് മെത്തേഡ് എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാനുള്ള കോഡും അതിനുശേഷം വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാനുള്ള കോഡും ബ്രൗസർ വിൻഡോ മാക്സിമൈസ് ചെയ്യാനും പിന്നെ ഒരു 3 seconds വെയിറ്റിന് വേണ്ടിയുള്ള ത്രെഡ് ഓർ സ്ലീപ്പ് എന്നുള്ള കോഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലോഗിൻ ബട്ടണെ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ലോഗിൻ ബട്ടന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഈ പേജിൽ ഈ ലോഗിൻ ബട്ടനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്പെക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എലമെന്റ്സ് ടാബിൽ വന്ന ശേഷം ഡോമിൽ ID എന്ന ലൊക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID ഡബിൾ കോട്ട്സിനുള്ളിൽ കോപ്പി ചെയ്ത വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഡോട്ട് ക്ലിക്ക് എന്നൊരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് ഡോക്യുമെന്റേഷൻ പറയുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. സെമിക്കോളൻ ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം പാസ് ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ക്രോം ഓപ്പൺ ആയി, വെബ്സൈറ്റ് ലോഞ്ച് ആയി. 3 secondsന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അലേർട്ട് മെസ്സേജ് മാനുവലി നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ വന്നപോലെ തന്നെ ഓട്ടോമേഷൻ കോഡ് എഴുതി എക്സിക്യൂട്ട് ചെയ്തപ്പോഴും വന്നു. അപ്പോൾ സെലീനിയത്തിലെ ക്ലിക്ക് എന്ന മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിക്ക് മെത്തേഡ് യൂസ് ചെയ്ത് ബട്ടൺസേലും റേഡിയോ ബട്ടൺസേലും ചെക്ക് ബോക്സേലും ഡ്രോപ്പ് ഡൗൺസിലൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.